പ്രിയമുള്ള രക്ഷിതാക്കളെ, നമസ്കാരം. നാളെ മുതൽ നമ്മുടെ ഒന്നാം പാദവാർഷിക പരീക്ഷ ആരംഭിക്കുകയാണ്. കഴിഞ്ഞ ജൂൺ മാസം മുതൽ ജൂൺ, ജൂലൈ, ആഗസ്റ്റ് മാസങ്ങളിലായി നമ്മൾ നടത്തിയിട്ടുള്ള അക്കാദമിക പ്രവർത്തനങ്ങളുടെ ഗുണനിലവാരം പരിശോധിക്കുന്നതിന് വേണ്ടിയാണ് ഒന്നാം പാദവാർഷിക പരീക്ഷ നടക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കുട്ടികൾക്ക് വളരെ കൃത്യമായ രൂപത്തിൽ കാര്യങ്ങൾ നൽകി കഴിഞ്ഞിട്ടുണ്ട്. നാളെ മുതൽ ആരംഭിക്കുന്ന പരീക്ഷയ്ക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഇന്നലെ കുട്ടികൾക്ക് ഒരു വീഡിയോ നൽകിയിട്ടുണ്ടായിരുന്നു. ഇനി രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട്. ഈ വർഷം മുതൽ 8, 9 ക്ലാസുകളിൽ കൂടി മിനിമം മാർക്ക് നേടേണ്ട ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ 40 മാർക്കിന്റെ പരീക്ഷയ്ക്ക് മിനിമം 12 മാർക്കും 80 മാർക്കിന്റെ പരീക്ഷയ്ക്ക് മിനിമം 24 മാർക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ 30% മാർക്ക് എഴുത്ത് പരീക്ഷയിൽ കുട്ടികൾ നേടേണ്ടതുണ്ട്. അത് കുട്ടികൾ നേടുന്നതിനായിട്ടുള്ള പ്രവർത്തനങ്ങൾ ക്ലാസ് തലത്തിൽ കൃത്യമായി നടത്തി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മാറിയ ചോദ്യ മാതൃകകൾ എല്ലാ ക്ലാസ് ഗ്രൂപ്പുകളിലും പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ മോഡലുകൾ ക്ലാസ് ഗ്രൂപ്പിന്റെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നൽകിയിട്ടുണ്ട്. അത്തരത്തിലുള്ള ചോദ്യപേപ്പറുകളുടെയും ചോദ്യങ്ങളുടെയും കൃത്യമായി കടന്നുപോയി ആ പാറ്റേൺ കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് കുട്ടികളോട് അന്വേഷിച്ചറിയണം. അതുപോലെ തന്നെ പരീക്ഷാ സമയം പൂർണ്ണമായും പരീക്ഷ എഴുതാൻ വേണ്ടി വിനിയോഗിക്കണം എന്നുള്ള നിർദ്ദേശവും കുട്ടികൾക്ക് കൊടുക്കണം. കൂൾ ഓഫ് ടൈം കഴിഞ്ഞു കഴിഞ്ഞാൽ 15 മിനിറ്റ് കൂൾ ഓഫ് ടൈം കൃത്യമായി ചോദ്യങ്ങൾ വായിച്ച് മനസ്സിലാക്കാനുള്ളതാണ്. അത് കഴിഞ്ഞിട്ടുള്ള സമയം കൃത്യമായി പരീക്ഷ എഴുതണം എന്നുള്ള നിർദ്ദേശം തന്നെ നൽകണം. ഒരൊറ്റ ചോദ്യവും പോലും ഒഴിവാക്കാതെ എല്ലാ ചോദ്യങ്ങൾക്കും നന്നായി പരീക്ഷ എഴുതാനുള്ള നിർദ്ദേശവും പ്രോത്സാഹനവും നമ്മുടെ കുട്ടികൾക്ക് നൽകണം. നാളെ മുതൽ തുടങ്ങുന്ന പരീക്ഷകൾ ഒന്നുപോലും ഒഴിവാക്കാതെ എല്ലാ പരീക്ഷകളും വന്ന് എഴുതാൻ കൃത്യമായി കുട്ടികളെ ഓർമ്മപ്പെടുത്തണം. പരീക്ഷയുടെ ടൈം ടേബിൾ ഇന്നലെയും ക്ലാസ് ഗ്രൂപ്പുകളിൽ നൽകിയിട്ടുണ്ട്. രക്ഷിതാക്കൾ അത് ശ്രദ്ധിച്ച് അതിനനുസരിച്ച് കുട്ടികളെ തയ്യാറാക്കി സ്കൂളിലേക്ക് പറഞ്ഞയക്കേണ്ടതുണ്ട്. കുട്ടികളുമായി ബന്ധപ്പെട്ട് പരീക്ഷ എഴുതുന്നതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ നിർദ്ദേശങ്ങളും അവർക്ക് നൽകി കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ രക്ഷിതാക്കളുടെ ഭാഗത്തുനിന്നുകൂടി നമ്മുടെ കുട്ടികൾക്ക് ആവശ്യമായ പിന്തുണയും പ്രോത്സാഹനവും നൽകുക എന്നുള്ളതാണ് ഞാൻ രക്ഷിതാക്കളോട് അഭ്യർത്ഥിക്കുന്നത്. അതുകൊണ്ട് തന്നെ പുതിയ ചോദ്യമാതൃകകളും പുതിയ ചോദ്യരീതികളും മനസ്സിലാക്കിക്കൊണ്ട് പരീക്ഷയ്ക്ക് ആത്മവിശ്വാസത്തോടെയും സന്തോഷത്തോടുകൂടെയും വന്ന് പരീക്ഷ എഴുതുന്ന രൂപത്തിലേക്ക് നമ്മുടെ മക്കളെ പ്രോത്സാഹിപ്പിച്ച് വേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് പരീക്ഷയ്ക്ക് പറഞ്ഞേക്കണം. നാളെ മുതൽ തുടങ്ങുന്ന പരീക്ഷയ്ക്ക് നമ്മുടെ കുട്ടികൾ ഏറ്റവും നല്ല രൂപത്തിൽ പരീക്ഷ എഴുതി ആത്മവിശ്വാസമുള്ളവരായി മാറാൻ നമുക്ക് ഒരുമിച്ച് നിങ്ങളുടെ സഹായം അതിന് വളരെ അത്യാവശ്യമാണ്. വീടുകളിൽ വെച്ച് ഇന്ന് ഞായറാഴ്ചയാണ്, കുട്ടികൾ പഠന പ്രവർത്തനങ്ങൾ കൃത്യമായി ഏർപ്പെടുന്നില്ലേ എന്ന് ശ്രദ്ധിക്കണം. നാളത്തെ ടൈം ടേബിൾ നോക്കി അതിനനുസരിച്ച് പഠനകാര്യങ്ങളിലും പഠന പ്രവർത്തനങ്ങളിലും ഏർപ്പെടുന്നില്ലേ എന്നും ഇനി ഏതെങ്കിലും ഭാഗങ്ങൾ അവര് വായിച്ചു തീർക്കാനോ നോക്കി തീർക്കാനോ ഉണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ കൃത്യമായി ചെയ്യുന്നില്ലേ എന്ന് അവരോടൊന്ന് ചോദിച്ച് ഉറപ്പുവരുത്തി അവരെ നാളെ സന്തോഷത്തോടുകൂടി പരീക്ഷയ്ക്ക് പറഞ്ഞയക്കണം എന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ്. ഈ നാളെ മുതൽ തുടങ്ങുന്ന പരീക്ഷ ഓണാവധി വരെ 26-ാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന പരീക്ഷയ്ക്ക് എഴുതാൻ കഴിയുന്ന രൂപത്തിലേക്ക് അവരെ കൃത്യമായി രൂപപ്പെടുത്തിയെടുത്ത് പറഞ്ഞയക്കണം. ഓണപരീക്ഷ കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് ഓണാവധി ആരംഭിക്കുന്നു. അതിനു മുൻപ് സ്കൂളിൽ ചില പരിപാടികൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ പിന്നീട് നിങ്ങളെ അറിയിക്കാം. ഇപ്പോൾ ഈ ദിവസങ്ങളിൽ പരീക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് കൃത്യമായി കുട്ടികളുടെ ശ്രദ്ധ കൊണ്ടുപോകാൻ എല്ലാവരുടെയും ശ്രദ്ധയും നിങ്ങളുടെ മനസ്സും ഞാൻ ആവശ്യപ്പെടുകയാണ്. ഓക്കെ, താങ്ക് യു.